നമുക്കൊരു വീട് തരുമോ? ഈ വീഡിയോ എത്രയും പെട്ടെന്ന് വി.ഡി. സതീശൻ സാറിൻ്റെ മുന്നിൽ എത്തിക്കണം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അത്രയ്ക്കും ദയനീയമായ അവസ്ഥയിലാണ് ഈ കുട്ടി കഴിയുന്നത്. എല്ലാവരും ഈ കുട്ടിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗായ്സ്, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മഞ്ചവളത്ത് മണ്ണാംകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രശസ്തിയായിട്ടുള്ള ഒരു മോളെ വീട്ടിലാണ് നിൽക്കുന്നത്. എല്ലാവർക്കും മോളെ അറിയാം. ആ മോളുടെ അവസ്ഥ മോള് തന്നെ പറയുന്നതായിരിക്കും. ഞാൻ മോളുടെ കയ്യിൽ കൊടുക്കുകയാണ്. CM സാറേ, എൻ്റെ പേര് ദുർഗ. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇതെൻ്റെ അനിയത്തി, ഇവള് 3ലാണ് പഠിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല. 10 വർഷമായിട്ട് നമ്മൾ കുടിലാണ് താമസിക്കുന്നത്. എങ്ങനെയെങ്കിലും നമ്മളൊന്ന് മോളെ അവസ്ഥ നമുക്ക് നേരിൽ തന്നെ കാണാം. ഞങ്ങൾ വീട്ടിലേക്ക് കിടക്കുകയാണ്. കണ്ടല്ലോ, ഇതാണ് മോളെ അവസ്ഥ കിടക്കുന്നത്. പട്ടിയിലടിച്ചുള്ള സ്റ്റാൻഡാണ്. നേരത്തെ ഒരു സ്റ്റാൻഡ് പോലും ഇല്ല. മോളെ പാമ്പ് എവിടെ കിടന്നത്? പാമ്പ് ഇന്നലെ ഈ ബക്കറ്റിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഈ മോളുടെ അവസ്ഥ. എല്ലാവരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു കുട്ടിയാണത്. ഇപ്പോൾ മോളുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഈ കുടുംബം ഇവിടെയാണ് കിടക്കുന്നത്. മോളുടെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. കണ്ടല്ലോ, ഇതിൽ ഗ്യാപ്പൊക്കെ ഒരുപാടുണ്ട്. ഇതിൽ ഇഴജന്തുക്കൾ വരാൻ ഒരുപാട് ചാൻസ് ഉള്ളതാണ്. നേരെ അടച്ചുറപ്പ് പോലും ഇല്ല അതിൽ. പിന്നെ മഴ പെയ്താൽ മൊത്തം ഇതിൻ്റെ അകത്ത് നനയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ വിചാരിക്കും. എല്ലാം ഷീറ്റും പട്ടിയിലും കൊണ്ട് ചാടിച്ച് കൂട്ടിയതാണ്. 2 പെൺകുട്ടികളാണ്. ഇതൊക്കെയാണ് ഇവരെ വീട്ടിലെ അവസ്ഥ. ഒരു ബാത്റൂം പോലും നേരെ ചൊവ്വ അവർക്കില്ല. അവർ കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പഴയ തകിട് ഷീറ്റൊക്കെ വെച്ചിട്ടാണ് അവർ കവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടല്ലോ, ഒരു സേഫ്റ്റിയോ ഒന്നും അവർക്കില്ല. ഈ 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇവിടെ കിടക്കുന്നത്, അമ്മയും ഇപ്പായിട്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ CMൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം ഈ വീഡിയോ. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാൻ നിൽക്കണം. ഇവിടേക്കാണ് ബുക്ക് വയ്ക്കുന്നത്. വലിയ മഴ പെയ്യുമ്പോൾ അവിടെ കൂടെയൊക്കെ വെള്ളം വന്ന് ബുക്കിലൊക്കെ വീഴുന്നുണ്ട്. എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് രക്ഷിക്കണം. ഇവിടെ നിന്ന് ഒരു വീട് തന്ന് സഹായിക്കണം. ഈ 2 പിഞ്ച് മക്കൾ കിടക്കുന്ന സ്ഥലമാണിത്. ഒരു സേഫ്റ്റിയോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് മുകളിലോട്ട് നോക്കാം. അതുവഴി മഴ പെയ്യുമ്പോൾ മൊത്തം വെള്ളം ഇതിൻ്റെ അകത്തോട്ടാണ് ഇറങ്ങുന്നത്. നനഞ്ഞും കൊണ്ടാണ് ഈ 2 മക്കളും കിടക്കുന്നത്, അവരുടെ കുടുംബം. നിങ്ങളിത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു സേഫ്റ്റിയോ ഒന്നും തന്നെ ഇല്ല. അത്ര കഷ്ടപ്പാടില്ല അവർ കിടക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ പുറമേയുള്ള ദൃശ്യം ഞാൻ കാണിച്ചു തരാം. ഈ വീടിൻ്റെ അവസ്ഥ. എന്തുകൊണ്ടാണ് കലാഭവൻ ചേട്ടനെ ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം? നമുക്ക് മണിച്ചേട്ടൻ ദൈവത്തിനെ പോലെയാണ്. എന്ന് ഈ പടത്തിൽ തിരിയെത്തിക്കാൻ തുടങ്ങിയോ അന്ന് മുതലാണ് നമ്മൾ കോമഡിയിലൊക്കെ പോയി അഭിനയിച്ചിട്ടുള്ളത്. കലാഭവൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയാ, ആ ഫോട്ടോയിൽ കാണുന്ന കുഞ്ഞ് മോളുടെ 2ാമത്തെ അനിയത്തിയാണ്. കുടിലിൽ താമസിച്ചിരുന്നാലും കലാഭവൻ മണിച്ചേട്ടൻ്റെ ഫോട്ടോയാണ് വെച്ച് ആരാധിക്കുന്നത്. അത്ര ഇഷ്ടമാണ് മണിച്ചേട്ടനെ. ജീവൻ തുല്യമാണ് സ്നേഹിക്കുന്നത് മണിച്ചേട്ടൻ. ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ. ഇത് മാക്സിമം CMലേക്ക് ശ്രദ്ധയിൽപ്പെടുത്തുക. എല്ലാവരും ഷെയർ ചെയ്യുക. ഇവരെ സപ്പോർട്ട് ചെയ്യുക.
നമ്മളുടെ വീട്ടിലെ ചുറ്റുപാട് ഞാൻ നിങ്ങളൊന്ന് കാണിക്കുകയാണ് ഈ വീടിൻ്റെ ചുറ്റുമുള്ള അവസ്ഥ. ആമോ ഇവിടെ ഇഴജന്തുക്കൾക്ക് കയറാൻ നല്ല എളുപ്പമാണ്. കണ്ടല്ലോ അവർ കിടക്കുന്നത്. ഗായ്സ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇവിടെയാണ് നല്ല പാമ്പ് കയറിയിരുന്നെന്ന് പറഞ്ഞ ഈ സ്ഥലത്ത്. അതുപോലെ അപ്പുറത്തും ഉണ്ടായിരുന്നു. മൊത്തം വിളയാണ്. നിങ്ങൾക്കിത് കാണാൻ വിചാരിക്കുന്നു. പാമ്പ് കയറിയിരുന്നത് നിങ്ങൾ കാണാൻ വിചാരിക്കുന്നു. നല്ല എളുപ്പമാണ് പാമ്പിന് കയറിയിരിക്കാൻ. ആ ഗ്യാപ്പ് കണ്ടല്ലോ നിങ്ങൾ.